ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മലയാളം കവിതയെപ്പറ്റിയാട്ടോ സംസാരിക്കാൻ പോകുന്നത്. ആരെപ്പറ്റിയാണെന്നറിയാമോ? നമ്മുടെയൊക്കെ പറമ്പിൽ കാണുന്ന ഒരു തെങ്ങിനെപ്പറ്റി. പിന്നെ നമുക്കെല്ലാവർക്കും വേണ്ട ഒരു സൂപ്പർ സ്വഭാവത്തെപ്പറ്റിയും. എന്താണത്? നമുക്കൊരുമിച്ച് കണ്ടുപിടിച്ചാലോ? കവിതയിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഈ തെങ്ങൊന്ന് നോക്കിക്കേ. നമുക്ക് എന്തൊക്കെയാ ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്നത്? ഒന്ന് ആലോചിച്ചു പറഞ്ഞേ. കരിക്ക് കിട്ടും, തേങ്ങ കിട്ടും, നല്ല തണല് കിട്ടും. വീടുണ്ടാക്കാൻ അതിന്റെ തടി ഉപയോഗിക്കാം, ഓലയും വേണം. എന്തോരം കാര്യങ്ങളാ അല്ലേ? അതെ, നമുക്ക് ഇത്രയധികം ഉപകാരങ്ങൾ ചെയ്യുന്ന ഈ തെങ്ങിനെക്കുറിച്ചാണ് കവി ഉള്ളൂർ വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം തോട്ടത്തിലുള്ള ആ നല്ല തെങ്ങിന് നമുക്ക് കുറച്ചുകൂടി അടുത്തൊന്ന് പരിചയപ്പെടാം. കേട്ടോ ഈ വരികൾ? എന്തു രസായിട്ടാ എഴുതിയിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ പതുക്കെ ആടുന്ന ഓലകളും നിറയെ തേങ്ങകളുള്ള കുലകളുമൊക്കെയായി നമ്മുടെ തോട്ടത്തിലൊരു തെങ്ങിങ്ങനെ നിൽക്കുന്നത്. ആ ഒരു ചിത്രം മനസ്സിലേക്ക് വന്നില്ലേ? അതാണ് കവി ആദ്യം നമ്മളോട് പറയുന്നത്. അതെ, ശരിയാണ്. ആ തെങ്ങ് അവിടെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പോരാത്തതിന് നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് തണല് തരാനും ഈ തെങ്ങ് തന്നെ വേണം. ചുരുക്കി പറഞ്ഞാൽ ആ നിൽപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ മരം മാത്രമല്ല കേട്ടോ. ഒരുപാട് സ്നേഹമുള്ളൊരു മരം കൂടിയാണ്. അത് നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും നോക്കുന്നതെന്നും നമുക്ക് കാണാം. ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. തെങ്ങിന് വേനൽക്കാലമാണോ മഞ്ഞുകാലമാണോ എന്നൊന്നും ഒരു വ്യത്യാസവുമില്ല. അതിന് വേറെ ചിന്തകളൊന്നുമില്ല. എപ്പോഴും ഒരേപോലെ ഒരു മാറ്റവുമില്ലാതെ നിൽക്കും. അതായത് നല്ല കനത്ത ചൂടുള്ള ദിവസങ്ങളിലും അതുപോലെ നല്ല തണുപ്പുള്ള രാത്രികളിലും ആ തെങ്ങ് ഒരു പരാതിയും പറയാതെ നമുക്കുവേണ്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു നല്ല കൂട്ടുകാരനെ പോലെയല്ലേ? പക്ഷേ എന്തിനായിരിക്കും ഈ തെങ്ങ് ഇത്രയധികം സ്നേഹം നമുക്ക് തരുന്നത്? അതിനൊരു കാരണമുണ്ട്. ആ തെങ്ങിന്റെ മനസ്സിൽ ഒരു പഴയ ഓർമ്മയുണ്ട്. അതാണതിന്റെ എല്ലാ രഹസ്യം. കൂട്ടുകാരൊന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്തുകൊണ്ടായിരിക്കും ആ തെങ്ങ് ഇത്ര സ്നേഹത്തോടെ നമുക്ക് തേങ്ങയും തണലുമെല്ലാം തരുന്നത്? കവി എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതാണ് ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ. ഇപ്പോഴത്തെ വീട്ടുടമസ്ഥന്റെ അച്ഛനും അമ്മയും പണ്ട് ആ തെങ്ങ് ഒരു കുഞ്ഞു തൈയായിരുന്ന സമയത്ത് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത്രയുള്ളൂ കാര്യം. അപ്പോ എന്താ സംഭവിച്ചത്? ആ തെങ്ങ് ഒരു കുഞ്ഞായിരുന്നപ്പോ അതിന് കുറച്ച് വെള്ളം കിട്ടിയല്ലേ? ആ സ്നേഹം അതിന്നും മറന്നിട്ടേയില്ല. ആ ഒരൊറ്റ കാര്യത്തിനുള്ള നന്ദിയായിട്ടാണ് ആ തെങ്ങ് ഇപ്പോഴും നമുക്ക് വേണ്ടതെല്ലാം തിരികെ നൽകുന്നത്. ശരിക്കും ആ തെങ്ങ് നമ്മളോട് താങ്ക് യു പറയുന്നത് പോലെയാ അല്ലേ? തെങ്ങിന്റെ ഈ സ്വഭാവത്തിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. അതാണ് കടപ്പാട് അല്ലെങ്കിൽ നന്ദി. ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പാഠവും ഇത് തന്നെയാണ്. എന്താണ് ഈ കടപ്പാട് എന്ന് പറഞ്ഞാല് വളരെ സിമ്പിളാണ്. നമുക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ തിരിച്ച് താങ്ക് യു എന്ന് പറയില്ലേ? അല്ലെങ്കിൽ കൂട്ടുകാരൻ ഒരു പെൻസിൽ തരുമ്പോൾ നമ്മളൊന്ന് ചിരിക്കില്ലേ? ആ നന്ദി മനസ്സിൽ വെക്കുകയും തിരികെ സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നതിനാണ് കടപ്പാട് എന്ന് പറയുന്നത്. തെങ്ങിന്റെ ഈ നന്ദി കണ്ടപ്പോൾ കവി പെട്ടെന്ന് സ്വന്തം കാര്യം ഓർത്തുപോയി. താൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തനിക്ക് പാൽച്ചോറ് തന്ന് ഒരുപാട് സ്നേഹത്തോടെ വളർത്തിയ അച്ഛനെയും അമ്മയെയും കവി ഓർക്കുകയാണ്. നമ്മുടെ കാര്യവും അതുപോലെ തന്നെയല്ലേ? തെങ്ങിന് പണ്ട് വെള്ളം കിട്ടി. കവിക്ക് കൊച്ചുനാളില് അച്ഛനമ്മമാരിൽ നിന്ന് പാൽച്ചോറും സ്നേഹവും കിട്ടി. ആ രണ്ട് സ്നേഹവും എത്ര വലുതാണെന്നാണ് കവി നമ്മളോട് പറയുന്നത്. ഈ കവിതയുടെ അവസാനം കവി ദൈവത്തോട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന ശരിക്കും നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നല്ല പാഠം കൂടിയാണ്. എന്താ കവി പ്രാർത്ഥിക്കുന്നതെന്ന് കേൾക്കണ്ടേ? നോക്കിക്കേ, കവി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, എനിക്കും ഈ തെങ്ങിനെപ്പോലെ നല്ല നന്ദിയുള്ള ഒരാളായി മാറാൻ സഹായിക്കണേ എന്നാണ്. തനിക്ക് കിട്ടിയ സ്നേഹം ഒരിക്കലും മറക്കാതെ തിരികെ സ്നേഹം കൊടുക്കുന്ന ഒരാളായി മാറാനാണ് കവിയും ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മൾ എന്തൊക്കെയായി കവിതയിൽ നിന്ന് പഠിച്ചത്? ഓർത്തുവെക്കാൻ എളുപ്പമുള്ള 3 കാര്യങ്ങൾ. 1. നമുക്ക് കിട്ടുന്ന ചെറിയ സഹായങ്ങൾ പോലും ഒരിക്കലും മറക്കരുത്. 2. നമുക്ക് കിട്ടിയ സ്നേഹം നമ്മൾ തിരികെ കൊടുക്കണം. പിന്നെ 3. എപ്പോഴും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കണം. ശരി, ഈ വിവരണം ഇവിടെ തീരുകയാണ്. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി തോന്നുന്നത്? അച്ഛനോടും അമ്മയോടും കൂട്ടുകാരോടും ടീച്ചർമാരോടും ഒന്ന് ആലോചിച്ചു നോക്കണേ. അടുത്ത തവണ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.